ഹായ് ഫ്രണ്ട്സ്. സോ US ഇറാൻ ഒരു സെറ്റിൽമെൻ്റ് ആയി എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ റെക്കോർഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ അടുത്ത തന്നെ എഗ്രിമെൻറ്റ് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ലോകത്തിന് മുഴുവനുള്ളത്. ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ US ഇറാൻ എഗ്രിമെൻറ്റ് എത്തി കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, ഏതെല്ലാം സെക്ടറെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്. രണ്ടാമത്തെ പോയിൻ്റ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ് ചെയ്ത് ലക്ഷക്കണക്കിന് കോടി ഡോളേഴ്സിൻ്റെ വിഡ്രോളാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ എന്നേക്ക് വരാൻ സാധ്യതയുണ്ട്? ഈ രണ്ട് പോയിന്റിലാണ് ഇന്നത്തെ 10 മിനിറ്റ് താഴെയുള്ള ഈ വീഡിയോ കംപ്ലീറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. താങ്കൾ കാണുക, മനസ്സിലാക്കുക. സംശയമുണ്ടെങ്കിൽ എന്നോട് തീർച്ചയായും നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മളെല്ലാം കാത്തിരുന്ന ഒരു നല്ല ദിവസത്തിലേക്ക്, നല്ല വീക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ 5 മാസത്തെ അൺസർട്ടനിറ്റി മാറിയിട്ട് മാർക്കറ്റ് തിരിച്ച് വീണ്ടും ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. US ഇറാൻ എഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതാണ് ക്രിട്ടിക്കലായിട്ടുള്ള കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ 5 മാസം വല്ലാതെ പ്രഷറിലായിരുന്നു. വേൾഡിലെ പല മാർക്കറ്റുമായിട്ട് നോക്കാൻ നേരത്ത് നമ്മുടെ മാർക്കറ്റ് കണ്ടിന്യൂസ് പ്രഷറിലായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോളറിന് നെഗൻസ്റ്റ് ആയിട്ടുള്ള റുപ്പിയുടെ ഡിപ്രീസിയേഷനാണ്. രണ്ടാമത്തെ നമ്മൾ 80% നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടഡ് കൺട്രിയാണ്. 80% ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടുന്നതനുസരിച്ച് കറണ്ട് ഡെഫിസിറ്റ് വല്ലാതെ കൂട്ടിക്കൊണ്ടിരിക്കും. ഒരു പരിധി കൂടുതൽ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റിസർവ്സിനെ സീരിയസ് ആയിട്ട് ബാധിക്കാൻ തുടങ്ങും. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇന്ത്യൻ മാർക്കറ്റ് വല്ലാതെ പാനിക്കിൽ പോയത് കഴിഞ്ഞ 4 മാസം 5 മാസമായിട്ട്. എനിവേ, ബൈ ഗോഡ്സ് ഗ്രേസ് അതെല്ലാം സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഈ ആഴ്ചയിലേക്ക് നമ്മൾ ട്രെയിനിലേക്ക് കടക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഇത്രയും ഇടിയാൻ കാര്യം? എന്തുകൊണ്ടാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, അതായത് മെയിനായിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് പൈസ വിഡ്രോ ചെയ്തു? അതിന് ഏതാനും ഉത്തരങ്ങളുണ്ട്. സാധാരണ ആൾക്കാരെല്ലാം പറയുന്നത് നമ്മുടെ ടാക്സ് കൂടുതലാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഒരു ഫാക്ടർ ആയിരിക്കും. പക്ഷേ അതിനേക്കാളും വലിയ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ 3-4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു AI ഡ്രിവൺ കൺട്രി അല്ല. AI എന്ന് പറയുന്ന അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏറ്റവും കൂടുതൽ ത്രൈവ് ചെയ്ത 2 കൺട്രീസിലേക്കാണ് ഫണ്ട് കംപ്ലീറ്റ് പോയിരിക്കുന്നത്. അത് കൊറിയയും തൈവാനുമാണ്. നമ്മൾ AI ഡ്രിവൺ കൺട്രി അല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, US ബോൺസിൻ്റെ ഈൽഡ് കൂടി, പെർസെൻറ്റേജ് കൂടി, നാച്ചുറലി റിട്ടേൺ കൂടുതൽ കിട്ടുന്നൊരു പ്ലേസിലേക്ക് മാറിയെന്ന് പറയുമ്പം എപ്പോഴും FPIs എപ്പോഴും അവരുടെ ഫണ്ട് സേഫായിട്ട് സ്ഥലത്തേക്ക് മാറ്റാനേ അവർ നോക്കത്തുള്ളൂ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞു, റുപ്പിയുടെ വല്ലാതുള്ള ഡിപ്രീസിയേഷൻ. റുപ്പി വല്ലാതെ താഴുമ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കണ്ടമാനം കൂടും. ശരിക്ക് എക്സ്പെൻസ് കൂടും. നമ്മൾ പറയുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 43 സ്റ്റോക്കാണ് നിഫ്റ്റി 50-ലുള്ള 43 സ്റ്റോക്കിലാണ് അവർ വിഡ്രോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കും. മെജോറിറ്റി ഓഫ് ദിസ് ഹാപ്പൻ ഫ്രം നിഫ്റ്റി 50. കാര്യം എന്താ? നമ്മളുടെ മാർക്കറ്റ് എക്സ്പെൻസീവ് ആയിരുന്നു. ഒന്നാമത്തെ കാര്യം. ഏർണിങ്സ് പെർ ഷെയർ EPS വീക്കായിരുന്നു. രണ്ടാമത്തെ കാര്യം. നമ്മുടെ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് പെഗ് റേഷ്യോ എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് 1.8 ആണ്. എപ്പോഴും പെഗ് റേഷ്യോ എന്ന് പറയുന്നതിൻ്റെ ബെസ്റ്റ് വാല്യൂ എപ്പോഴും 1 or 1-ൽ താഴെയോ ആയിരിക്കണം. ദാറ്റ് മീൻസ് പെഗ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താ? PE ബൈ ഗ്രോത്ത് റേറ്റ് ആണ് പെഗ് റേഷ്യോ. പെഗ് റേഷ്യോ കൂടി നമ്മൾ എന്താ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഗ്രോത്ത് റേറ്റിനാണ്. അപ്പോൾ PE ബൈ ഗ്രോത്ത് റേറ്റ് ഈക്വൽസ് 1.8 ആയി കഴിഞ്ഞാൽ പല രീതിയിൽ 1.8 കുറയ്ക്കാൻ പറ്റും. ഒന്ന്, ഗ്രോത്ത് റേറ്റ് കൂട്ടിയാൽ കുറയ്ക്കാൻ പറ്റും. 2, PE നമ്മൾ മാനേജ് ചെയ്താൽ കുറയ്ക്കാൻ സാധിക്കും. PE മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈസ് കുറഞ്ഞല്ല മാനേജ് ചെയ്യേണ്ടത്. EPS ബെറ്ററായിട്ട് വേണം PE മാനേജ് ചെയ്യാനായിട്ട്. അതാണ് ബെസ്റ്റ് മാനേജ്മെൻറ്റ്. അങ്ങനെ ചെയ്താൽ പോലും നമ്മുടെ 1.8 ഫിഗർ നമുക്ക് താഴത്തേക്ക് വരാൻ സാധിക്കും. ഇത്തവണത്തെ ഈ Q4 റിസൾട്ട്സ് വന്നത് ഫ്ലാറ്റ് ആയിരുന്നു. ആസ് ഫാർ ആസ് നിഫ്റ്റി ഈസ് കൺസേൺ വളരെ ഫ്ലാറ്റ് ആയിരുന്നു. എക്സെപ്ഷണൽ റിസൾട്ട് വന്നിരിക്കുന്നത് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ആണ്. ബേസിക്കലി നിഫ്റ്റിയെ സംബന്ധിച്ച് ടോട്ടൽ ഫ്ലാറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ദാറ്റ് മീൻസ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൻ്റെ പുറത്ത്, ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിൻ്റെ പുറത്ത്, ഡോളർ അപ്രീഷിയേറ്റതിൻ്റെ പുറത്തൊക്കെ കൺട്രി തന്നെ ഒരു പാനിക് ആയിട്ടുള്ള മാർക്കറ്റ് നിൽക്കാൻ നേരത്ത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററെ കണക്കിൽ ആർക്കാണെങ്കിൽ കൂടുതൽ പാനിക് ഉണ്ടാക്കും. അവർ കൂടുതലായിട്ട് ഫണ്ട് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ 5-6 മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് വേണ്ട സംഗതി എന്താണ്? നമ്മുടെ പെഗ് റേഷ്യോ നമ്മൾ ബെറ്റർ ആക്കാനായിട്ട് നമ്മുടെ ഏണിങ്സ് ബെറ്റർ ആയിട്ട് വേണം. ഏണിങ്സ് ബെറ്റർ ആയിട്ട് വരാനുള്ള സാധ്യത എപ്പോഴാണ്? ഓവറോൾ കണ്ടീഷൻ ബെറ്റർ ആകുമ്പോൾ ഏണിങ്സ് ബെറ്റർ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു കണ്ടീഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നതെന്നുള്ള വിശ്വാസമാണ്. ഇറാൻ US എഗ്രിമെൻറ്റ് വന്നാൽ നമുക്ക് ആദ്യം നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. കാര്യം
ട്രാൻസ്ഷിപ്മെൻറ്റ് ഇഷ്യൂ മാറും. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ നേരെ അറ്റ് പ്രസൻറ്റ് 115 വരെ പോയ ക്രൂഡ് ഓയിലാണ്. അറ്റ് പ്രസൻറ്റ് ക്രൂഡ് ഓയിൽ $90 താഴെ പോയി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ വെരി ഗുഡ് സൈൻ ഫോർ അസ്. ക്രൂഡ് ഓയിൽ പ്രൈസ് താഴും. മൂന്നാമത്തെ കാര്യം ഡോളർ അപ്രീഷിയേറ്റ് ചെയ്ത ഡോളർ കുറച്ചുകൂടി ഡിപ്രീസിയേഷൻ സാധ്യതയുണ്ട്. നമ്മുടെ സപ്ലൈ മറ്റു നാട്ടുകളിൽ സപ്ലൈ ഹോർമൂസിൻ്റെ സപ്ലൈ കുറച്ചുകൂടെ ഫാസ്റ്റാണാവും. ശരിക്കും നമ്മുടെ US ആയിട്ടുള്ള ട്രേഡ് എഗ്രിമെൻറ്റ് ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഗോയിങ് ഫോർവേഡ്. ദാറ്റ് മീൻസ് വി ആർ ലുക്കിംഗ് ഫോർ എ ബെറ്റർ GDP. ഓക്കെ, Q1 ഓൾറെഡി കഴിഞ്ഞു. Q1 നമുക്ക് ഈ ഇമ്പാക്റ്റ് ഒന്നും പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല റിസൾട്ടിൽ. പക്ഷേ Q2 പോലുള്ള റിസൾട്ടിൽ തീർച്ചയായും ഈ ഇമ്പാക്ട്സ് ഒക്കെ, ഈ പോസിറ്റീവ് ഇമ്പാക്ട്സ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിച്ചാൽ അതൊക്കെ മാർക്കറ്റെ ബെറ്റർ ആക്കുകയും ചെയ്യും. വീണ്ടും ഇന്ത്യൻ മാർക്കറ്റ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റഡ് മാറുകയും ചെയ്യും. ആ ഒരു പോയിന്റിലാണ് നമ്മുടെ 2026 കടന്നു പോകുന്നത്. സോ 4 കാര്യങ്ങളാണ് FASനെ തിരിച്ചുകൊണ്ടുവരാൻ പോകുന്നത്. ഒന്ന്, ക്രൂഡ് താഴെ പോകുന്നത്, സ്ട്രോങ് റുപ്പി. മൂന്നാമത്തെ കാര്യം എന്താ, നമ്മൾ ഓവറാൾ ക്രൂഡിൻ്റെ പ്രൈസ് താന്നുള്ള ഓവറാൾ CAD ദാറ്റ് മീൻസ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറേക്കൂടെ ബെറ്റർ ആവുന്നത്. നാലാമത്തെ കാര്യം എന്താ, എക്സലൻറ്റ് ഏർണിങ്സ് ആണ് നാലാമത്തെ കാര്യം. ദാറ്റ് മീൻസ് EPS ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്സലൻറ്റ് ഏർണിങ്സ് വന്നാൽ മാത്രമേ FPSൻ്റെ മാർക്കറ്റ് വിശ്വാസം കൂടുതൽ വരത്തുള്ളൂ, അവർ മാർക്കറ്റിലേക്ക് തിരിച്ചു വരത്തുള്ളൂ. നൗ ശ്രദ്ധിക്കണം, FPS ഏറ്റവും കൂടുതൽ വിറ്റ സെക്ടേഴ്സ് എല്ലാം. നമ്പർ 1 സെക്ടർ IT ആണ്. നമുക്കറിയാം ഇൻട്രൊഡക്ഷനോടുകൂടി ITയുടെ ആ കറണ്ട് ഇമ്പോർട്ടൻസിൽ ഒരു വീക്ക്നെസ് സംഭവിച്ചു. രണ്ടാമത്തെ കാര്യം, മാർജിൻ പ്രഷർ കണ്ടമാനം വന്നു ഫിനാൻഷ്യൽസിലും ബാങ്ക്സിലും. തീർച്ചയായും ആ ഒരു സെക്ടറിൽ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സെക്ടർ FPS വിട്ടിരിക്കുന്നത് ഹെൽത്ത് കെയർ ആണ്. നാലാമത്തെ കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ്, കൺസ്യൂമർ സ്റ്റേപ്പിൾസ് ആണ്. ഓട്ടോയിലും റിയാലിറ്റിയിലും FPS വിറ്റിട്ടുണ്ട്. പക്ഷേ അത് മാർച്ചിന് ശേഷം റിവൈവ് വരാൻ തുടങ്ങി ആ ഒരു സെക്ടർ. FPS എവിടേക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഒന്ന് ക്യാപിറ്റൽ ഗുഡ്സിലാണ്, പ്രിസിഷൻ എഞ്ചിനീയറിംഗാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാങ്ക്സിലൊക്കെ പതുക്കെ ചെറുതായിട്ടുള്ള അവരുടെ സൈൻസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് സോഫാർ. ഓയിൽ ആൻഡ് ഗ്യാസിലാണ് അവരെ കൂടെ നെക്സ്റ്റ് അവർ ശ്രദ്ധിച്ചിരിക്കുന്ന വേറൊരു സെക്ടർ. അതുപോലെ തന്നെ ഫാർമ ബയോടെക്നോളജീസ്. ധാരാളം സെല്ലിംഗ് ഫാമിംഗ് നടത്തിയെങ്കിൽ പോലും മെയ് മാസം മുതൽ കുറേക്കൂടെ അട്രാക്ഷനിലേക്ക് വന്നിട്ടുണ്ട് FPSനെ സംബന്ധിച്ച്. ഇതാണ് ശ്രദ്ധിക്കേണ്ട ആ സെക്ടർ റൊട്ടേഷൻ്റെ വലിയൊരു പോയിന്റ്. FPSൻ്റെ ഇന്ത്യൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ബെറ്റ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്ലേ ആണ്. അവർ അറ്റ് പ്രസൻറ്റ് എക്സ്പോർട്ട് ബേസ് IT-യിലല്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. ഇതൊക്കെയാണ് FPSനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഇൻഫ്ലോയെ സംബന്ധിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്. നൗ ഏതെല്ലാം സെക്ടർ നമ്മൾ ശ്രദ്ധിക്കണം, എസ്പെഷ്യലി US ഇറാൻ ഒരു വാർ, ഒരു സെറ്റിൽമെൻ്റ് ഒക്കെ വന്നാൽ ഒരു മാർക്കറ്റിനെ അനലൈസ് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആരാണ് മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്നത്. ഒരു അഗ്രസീവ് മാർക്കറ്റിൽ, ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽസും ബാങ്ക്സും ആയിരിക്കും. അതുപോലെ തന്നെ റിയാലിറ്റി വരാം, സിമെൻറ്റ്സ് വരാം. അതും ഒരു കുറേക്കൂടെ കൺസേൺഡ് ആയിട്ടുള്ള വല്ലാതെ വോളറ്റിലിറ്റി ഉള്ള വല്ല പാനിക്കുള്ള മാർക്കറ്റിൽ എപ്പോഴും മാർക്കറ്റ് ലീഡ് ചെയ്യുന്നത് അത് ഫാമയായിരിക്കാം, ഒരു പരിധിവരെ FMCG ആയിരിക്കാം. നമ്മളിപ്പോൾ അങ്ങനത്തെ മാർക്കറ്റിലാണ് നിൽക്കുന്നത്, കുറച്ച് പാനിക് മാർക്കറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ മാർക്കറ്റ് പാനിക്ക് മാറി കഴിഞ്ഞാൽ തീർച്ചയായും താങ്കൾക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട 2 സെക്ടേഴ്സ്, ഒന്ന് ഫിനാൻഷ്യൽസ് ആണ്, 2 ബാങ്ക്സ് ആണ്, 3 സിമെൻറ്റ്സ് ആണ്. ഈ സെക്ടറിൽ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് പ്രവചനങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സെക്ടറിൻ്റെ റിവൈവൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. കാര്യം ഈ സെക്ടറിൻ്റെ റിവൈവൽ നടന്നാൽ മാർക്കറ്റിൽ ഹെൽത്ത് കുറേക്കൂടെ റീബൗണ്ട് ചെയ്യുന്നുള്ളതാണ് അത് കാണിക്കുന്ന മീനിങ് ശരിക്കും. സോ ഈ 3 സെക്ടർ ക്രിട്ടിക്കലായിട്ട്, ഈ 3 സെക്ടറിൽ ധാരാളം സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകൾ അത് ലാർജ് ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്. വിത്തിൽ നല്ല റിസൾട്ട് വരുന്ന കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ഉള്ള, കൺസിസ്റ്റൻറ്റ് ഫണ്ടുള്ള അസറ്റ് ക്വാളിറ്റി റേഷ്യോ, ദാറ്റ് മീൻസ് ഫിനാൻസിനെ സംബന്ധിച്ച്, ബാങ്ക്സിനെ സംബന്ധിച്ച് അസറ്റ് ക്വാളിറ്റി റേഷ്യോ ക്രിട്ടിക്കലാണ്. അസറ്റ് ക്വാളിറ്റി റേഷ്യോ ഇംപ്രൂവ് ചെയ്യുന്ന, സ്റ്റേബിൾ ആകുന്ന സ്റ്റോക്കുകളിൽ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഈ സ്റ്റോക്കുകളിൽ എങ്ങനെയൊക്കെ ഫണ്ട്സ് വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ താങ്കളുടെ ഈ മാർക്കറ്റ് നിൽക്കാനായിട്ടുള്ള, സസ്റ്റെയിൻ ചെയ്യാനുള്ള താങ്കളുടെ സാധ്യതകളെ ഇത് വല്ലാതെ പ്രോബിലിറ്റിയെ കൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതാണ് ബേസിക് ആയിട്ടുള്ള മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ്. തീർച്ചയായും ഒരു ഇറാൻ US ഒരു സെറ്റിൽമെൻറ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷ നമ്മുടെ മാർക്കറ്റിനെ വല്ല പ്ലസ്സായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. അടുത്ത ആഴ്ച വീണ്ടും നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.